അവനുണ്ട് കുറച്ച് തടിച്ചിട്ടുള്ള ഒരുത്തൻ. അവനുണ്ടല്ലോ ഓടിക്കാറി വരെ ചാരി നിൽക്കാൻ മടിയാണ്. കാരണം അവനത് കുറച്ചിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണത്തിന്റെ ഹുങ്ക്. പിന്നെ മറ്റൊരു ചെറുപ്പക്കാരനുണ്ട്. അവന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോളേജിലെടുത്ത പ്രിൻസിപ്പളിന്റെ ഭാര്യയെ വരെ അവൻ ഉപയോഗിക്കുന്നുണ്ട്. ഭാര്യയെ മാത്രമല്ല അയാളുടെ മക്കളെയും എല്ലാം തന്നെ അയാൾ ഉപയോഗിക്കുന്നവനല്ലേ അവൻ തന്നെ. അവനിപ്പോ എന്തോ ഒരു ഐഡിയ ആയിട്ട് അച്ഛനടുത്ത് പോയിട്ട് 100 കോടി രൂപ വേണമെന്ന് പറയുകയാണ്. പക്ഷെ ഐഡിയ കേട്ട സമയത്ത് അച്ഛന് തന്നെ കരച്ചിൽ വന്നുപോയി. ഇപ്പൊ അച്ഛൻ വിചാരിക്കുകയാണ്, എന്റെ ദൈവമേ, ഇത്രയും മന്ദബുദ്ധിയായിട്ടുള്ള ഒരുത്തിന് എങ്ങനെ എന്റെ മകനെയാണ്, എന്ത് പാവ ദൈവമേ ഞാൻ ചെയ്തത് എന്നിങ്ങനെ ആലോചിച്ചവിടെ നിൽക്കുകയാണ്. എന്റെ മകള് കണ്ടുപിടിച്ച് ഈ ഉണ്ണാക്കനെയൊക്കെ ഞാൻ ഇനി ചുമക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ച പാവം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഒരു അച്ഛൻ അയാളുടെ മകളായിട്ടുള്ള സ്റ്റെല്ലയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൂടി വിളിക്കുകയാണ്. എന്റെ പൊന്നുമോനെ ബണ്ണി, നിനക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ? ഈ സമയത്ത് ബണ്ണി പറയുകയാണ്, എനിക്ക് ആകെ പ്ലംബിംഗ് പോലത്തെ പൈപ്പ് കണക്ട് ചെയ്യുന്ന പണിയൊക്കെ അറിയാം, ആകെ അത് മാത്രമേ അറിയത്തുള്ളൂ. ഇത് കേട്ടിട്ട് അവർ അച്ഛൻ ആകെ അതുകൊണ്ട് തന്നെ കോളേജിലെ ടോയ്ലറ്റ് എല്ലാം തന്നെ സെപ്റ്റി ടാങ്കിന്റെ പൈപ്പ് ഞാൻ കണക്ട് ചെയ്ത് അയാളുടെ റൂമിലേക്ക് വെച്ചു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 മാസം കഷ്ടപ്പെട്ട് പ്ലംബിംഗ് പഠിച്ചു. അങ്ങനെ ഞാൻ അയാൾ കിട്ടുന്ന പറയാണ്, അടിപൊളി ഫുഡാണ്, ഇത്രയും രുചിയുള്ള ഫുഡ് ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സ്റ്റെല്ല അവിടുത്തെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് തന്നെ അവൾ സ്റ്റെല്ല പറയുകയാണ്, എന്റെ പൊന്ന് സാമ, ഞാൻ ഇപ്പോഴല്ലേ പ്ലേറ്റുകളെല്ലാം കഴുകി കളഞ്ഞത്, ഇനിയും കഴുകാൻ പ്ലേറ്റുകളോ എന്ന് പറയുകയാണ്. അപ്പോൾ സാമ പറയാണ്, ഇത് സംഭവിക്കാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് മകളുടെ ഫോണിലേക്ക് ആ അച്ഛൻ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഇതെല്ലാം എന്റെ ഒരു പ്ലാൻ ആയിരുന്നു. അത് ജോൺ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, അവൻ ഒരു കള്ളനാണ്, അവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അവളുടെ ഫോൺ എടുത്തത് ഈ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം കേട്ടോണ്ടിരുന്നത് ജോൺ തന്നെയായിരുന്നു. കാരണം സ്റ്റെല്ലയുടെ കയ്യിൽ നിന്ന് നേരത്തെ ഫോം മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോൺ പറയുകയാണ്, അച്ഛൻ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ കല്യാണ പരിപാടിയെല്ലാം തന്നെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്, അച്ഛനതൊന്നും ഓർത്ത് ജോൺ സ്റ്റെല്ലയോട് പറയുകയാണ്, സ്റ്റെല്ല, അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അച്ഛൻ നമ്മുടെ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി പരാതിയൊന്നുമില്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് നേരെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുകയാണ്. അങ്ങനെ അവരുടെ കല്യാണത്തിന്റെ രജിസ്ട്രേഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ ഉള്ളവർ ജോണിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കല്യാണം സമ്മതമാണെന്ന്. എനിക്ക് 100% സമ്മതമാണെന്നാണ് ജോൺ പറയുന്നത്. അവനെ അതല്ലേ പറയത്തുള്ളൂ. അതിനുശേഷം സ്റ്റെല്ലയുടെ സമ്മതത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അവിടെ നിന്ന് മക്കളെന്ന നിലയിൽ ഞങ്ങൾ 3 പേരും തോറ്റുപോയിട്ടുണ്ട്, പക്ഷെ അച്ഛനെന്ന നിലയ്ക്ക്